നമുക്കെല്ലാവർക്കും മനുഷ്യൻ്റേതായ വൈഭവം കാണിക്കാൻ ഒരു ഇടം വേണം. എന്തിന് ഒരാൾ എഴുതുന്നു എന്ന് പറയുന്നത് മാർക്സൊക്കെ പറയുന്നുണ്ട്. മനുഷ്യൻ എന്നാണോ ക്രിയേറ്റീവ് ആയത് അന്നാണ് ചരിത്രം ആരംഭിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള വടി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കല്ല് രാഗി 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 ഒരു കത്തി പോലെ ആക്കിയെടുത്തപ്പോൾ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ എന്ന് പറയുന്ന അത്ഭുതം. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ മലബാറിൽ ചാലിയാറിൻ്റെ ഓരത്ത് മലപ്പുറത്തൊക്കെ ഇതിലും വലിയ കളിയാവേശമുണ്ട്. ആ കളിയാവേശം ഇപ്പോഴും അതേപോലെ തുടരുകയാണ്. ഇന്ത്യൻ ടീമിന്റെ കൂടെ ഒരു ജോത്സ്യനുണ്ട്. ഈ ജോത്സ്യന്റെ റോൾ എന്താണെന്നറിയോ? ഇന്ന് ആരുടെ നക്ഷത്രമാണ് ബെസ്റ്റ്, അങ്ങനെ നക്ഷത്രം നോക്കിയിട്ടാണ് നമ്മൾ 11 പേരെ മൈതാനത്തിറക്കുന്നത്. ഈ നക്ഷത്രം നോക്കി 11 പേരെ കളിപ്പിച്ചാൽ സെയ്ഫും അല്ല, സുബൈർക്കല്ല, ബഷീർക്കല്ല, അഹമ്മദ് കുട്ടിക്കല്ല, വാഴക്കാടുകാർ മൊത്തം ഇറങ്ങിയാലും നമ്മൾ ജയിക്കാൻ പോകും. ഇന്ത്യൻ ഫുട്ബോളിലെ മിന്നും താരങ്ങളാണ് അനസ് എടത്തൊടിക ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിരവധി അവസരം കളിച്ച ആളാണ്. ഒരു ജോലി ഇതുവരെ നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അനസ്, പ്രദീപ്, ഇതാണ് നമ്മളെ കൾച്ചർ. അത് മാറ്റിയെടുക്കണം. ഈ വളർന്നു വരുന്ന കളിക്കാർക്ക് ഞങ്ങളിത് ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതാവും എന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മളെ ചുറ്റുപാടിന് സാധിക്കണം. ഒരാളെ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കളിപ്പിച്ച് അങ്ങനെ കളിപ്പിച്ച് പിന്നെ അത് 2 ആളായി 3 ആയി 4 ആയി. ബട്ട് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 6 ബസ് ഉണ്ടായിരുന്നു. ഈ ബസ് വിറ്റ് തൊലഞ്ഞു പോയി. ഞാൻ സത്യം പറയുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാകുമ്പോൾ സ്വാധീനം കൊണ്ടിട്ട് പല കഴിവുള്ള കളിക്കാരും ആ കളിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നല്ല കഴിവുള്ള കളിക്കാരൊക്കെ സമ്മർദ്ദത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യം അത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് നഷ്ടപ്പെട്ടു പോകണം. ജനാധിപത്യത്തിന് പവറുണ്ട്. അപ്പോൾ നല്ല കഴിവുള്ള കളിക്കാരാണ് സ്വാധീനത്തിൽ സമയം കളിക്കാൻ കാണാൻ സാധിച്ചില്ല എന്ന് വരും. ഒരു ജനവിഭാഗത്തെ ഈ ഭൂമുഖത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന വംശഹത്യയായിരുന്നു അവിടെ നടന്നത്. ലോകത്തിലെ മുഴുവൻ ആയുധങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് തകർക്കാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഒരു പാഠം കൂടിയാണ് പലസ്തീൻ എന്ന് നമുക്ക് പറയാം. ചീത്ത മനുഷ്യർ നടത്തുന്ന ആക്രമണത്തെക്കാൾ ഭയപ്പെടേണ്ടത് ആ ചീത്ത മനുഷ്യർ നടത്തുന്ന പീഡനത്തിനെതിരെ, അനീതിക്കെതിരെ നല്ലവരായ മനുഷ്യർ നിശബ്ദത പാലിക്കുന്നതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അനുഭവങ്ങളില്ലാതെ ഓർമ്മകളിൽ അഭിരമിച്ച തലമുറയും കഴിഞ്ഞ് ഓർമ്മകൾ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഓർമ്മകൾ ഇല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചു എന്നാണ്. ഓർമ്മകളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു മതസൗഹാർദ്ദ പാർട്ടിയാണ്, ബഹുസ്വര പാർട്ടിയാണ്. ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാർട്ടി മുസ്ലിം ലീഗ് ആയിരിക്കും. കാരണം ഒരു കയ്യിൽ സമുദായത്തിന്റെ താല്പര്യം, മറു കയ്യിൽ എല്ലാവരുടെയും താല്പര്യം. ഈ ബാലൻസ് ആണ് ചെയ്യേണ്ടത്. ഇതാണ് മഹാത്മാഗാന്ധി ചെയ്തത്. ടാർപ്പായി എന്ന് പറയുന്ന ഉത്തരേന്ത്യക്കാരുടെ കട്ടിലിനെ കുറിച്ച് ഏകദേശം 5000 വർഷത്തെ ചരിത്ര പാരമ്പര്യം ഈ കട്ടിലിനുണ്ട് എന്ന് മനസ്സിലായി. ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ, മനുഷ്യന്മാർ പല തരക്കാര്, അന്നാസു അജ്നാസു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ട് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള കുടുസ് ചിന്താഗതികളൊക്കെ മാറും.